പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അപകടങ്ങളിലേക്ക് ഒളിച്ചോടുന്ന കുട്ടികൾക്ക് പാഠമായി ഒരു കഥ. ഡോറുവിൻ്റെ പിണക്കം. മോൾ എങ്ങോട്ടായി നേരം പോയ നേരത്ത്? ഒറ്റയ്ക്കേ ഉള്ളോ? വാനസ്ഥാൻ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ രഞ്ജൻ കരടി ഡോറു മാൻകുട്ടിയോട് ചോദിച്ചു. ചില്ലാരിക്കടവത്തേക്ക്, അവിടെ എൻ്റെ അപ്പൂപ്പനുണ്ട്. അയ്യോ മോളെ, ഈ വണ്ടി ചില്ലാരിക്കടവിൽ പോകില്ല. ഡോറുവിനാകെ പരിഭ്രമമായി. അവൾ കരച്ചിലിൻ്റെ വക്കോളമായി. മോളുടെ വീട്ടിലെ നമ്പർ പറയുമോ? നമുക്ക് വിളിച്ചു നോക്കാം. രഞ്ജൻ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. നമ്പർ വീട്ടിൽ വിളിച്ചാൽ അത് വേണ്ട അങ്കിൾ. കുഞ്ഞ് പരസ്പര ബന്ധമില്ലാതെ പറയുന്നത് കേട്ട് കണ്ടക്ടർ ഡ്രൈവറുടെ അടുത്ത് എന്തോ സ്വകാര്യം പറഞ്ഞു. വാഹനം നേരെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന് സമീപം എത്തി. കണ്ടക്ടർ ഇറങ്ങിച്ചെന്ന് വിവരങ്ങളെല്ലാം സ്റ്റേഷനിൽ അറിയിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വേഷം മാറി വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയ വനിതാ കോൺസ്റ്റബിൾ ജിങ്കിമാൻ ബസ്സിലെത്തി കുട്ടിയോട് സംസാരിച്ചു. ഫോൺ നമ്പർ വാങ്ങി രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. SI വീരൻപുലിയെ കണ്ടപ്പോൾ മാൻകുട്ടി ആകെ ഭയപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അപ്പൂപ്പനെത്തി. എന്താ മോളെ, ആരോടും പറയാതെ അപ്പൂപ്പനെ കാണാൻ ഇറങ്ങിയതാണോ? അമ്മ പേടിക്കില്ലേ? ഇങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൂപ്പ ഫോൺ എടുത്ത് കളിച്ചതിന് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, തല്ലുകയും ചെയ്തു. മോളൊന്നും പഠിക്കാതെ എപ്പോഴും ഫോൺ കളിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ അമ്മ വാങ്ങിവെച്ചത്. അങ്ങനെ അപ്പൂപ്പനും മോളും കൂടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും ഓടിക്കിതച്ചെത്തി. മോളെ, എന്താ ഇങ്ങനെ? അമ്മയെ പേടിപ്പിച്ചല്ലോ. അമ്മ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. മോളെ, കാലം നന്നല്ല. ഇന്നത്തെ കുട്ടികൾ പഴയതുപോലെയല്ല. അവരെ ലാളിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതും വാങ്ങിക്കൊടുത്ത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വളർത്തും. അത് തെറ്റാണെന്നല്ല. ഒരു കാര്യവും അരുത് എന്ന് പറഞ്ഞ് ശീലിപ്പിക്കാതെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തന്നെ ശീലിക്കണം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പറയുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും. അമ്മമാൻ തലകുലുക്കി കേട്ടു. മോൾക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ. ഇനി അവരെ വേദനിപ്പിക്കരുത്. ഇല്ല പൂപ്പ, ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ തനിച്ചു പോരില്ല എന്ന് പറഞ്ഞ് അവൾ അപ്പൂപ്പന് ഉമ്മ നൽകിയത് ഗൗരവക്കാരനായ വീരൻപുലി അലിവോടെ നോക്കി നിന്നു.